ഹൈക്കോടതിയിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ FIR ആവശ്യപ്പെട്ടുള്ള EDയുടെ ഹർജി ചീഫ് ജസ്റ്റിസിന് വിട്ടു. ED ഹർജി ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്ന കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും തീരുമാനമെടുക്കുക. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, ED ഈ കേസിൽ ഇടപെടുന്നു, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിൻ്റെ FIR ആവശ്യപ്പെടുന്നു. ഹൈക്കോടതി പക്ഷേ ഇക്കാര്യത്തിൽ ചീഫ് ജസ്റ്റിസിനാണ് ഈ തീരുമാനം വിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിലീപ്, CS ഡയസിന്റെ ബെഞ്ചിലേക്കാണ് EDയുടെ ഹർജി എത്തിയത്. ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത കേസിന്റെ FIR വേണമെന്നാണ്. EDയുടെ നിലപാടനുസരിച്ച് ഈ സംഭവത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്ന് പ്രാഥമികമായി അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇതിൽ തുടരന്വേഷണം ആവശ്യമാണ്. ആ ഘട്ടത്തിലാണ് FIR ആവശ്യപ്പെട്ട് ED ആദ്യം റാന്നി കോടതിയിൽ ഹർജി നൽകിയത്. പക്ഷേ റാന്നി കോടതി അത് തള്ളുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുൻപിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇത് ഡിവിഷൻ ബെഞ്ച്, അതായത് ദേവസ്വം ബെഞ്ച് നേരിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത അന്വേഷണ സംഘമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹർജി പരിഗണിക്കേണ്ട ഉത്തരവാദിത്വം ഡിവിഷൻ ബെഞ്ചിനുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് സിംഗിൾ ബെഞ്ച് നിലവിൽ ഇതിൽ തുടർ തീരുമാനമെടുക്കാൻ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് ഈ ഹർജി വിട്ടിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ഇതിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. അതൊരു പക്ഷേ നേരെ ഡിവിഷൻ ബെഞ്ചിലേക്ക് തന്നെ എത്തും. ഡിവിഷൻ ബെഞ്ച് തന്നെയായിരിക്കും, അതായത് ദേവസ്വം ബെഞ്ച് തന്നെയായിരിക്കും അക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുക. ഹർജി ഈ FIR കൊടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ. FIR ലഭ്യമായി കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ ED ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ദിലീപ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട EDയുടെ അന്വേഷണം, ED FIRന്റെ പകർപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പകർപ്പ് നൽകണമോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും തീരുമാനമെടുക്കുക. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.